പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാമോ ബുദ്ധമതം സ്വീകരിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണെന്ന്? ഇല്ലെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഈ നവോത്ഥാന നായകന്റെ പേര് ഞാൻ അവസാനം പറയാം. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സൂചനകൾ തന്ന് ഞാൻ മുന്നോട്ട് പോകാം. ഇദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലെ മുളവുകാട് എന്ന സ്ഥലത്ത്. ജനിച്ചതാകട്ടെ 1900 ജനുവരി മാസം 2-ാം തീയതി. ഇദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് മുളവുകാട് തന്നെ ജനിച്ച മറ്റൊരു നവോത്ഥാന നായകനായ കൃഷ്ണാദി ആശാനോടൊപ്പമായിരുന്നു. കൃഷ്ണാദി ആശാനും നമ്മുടെ ഇപ്പൊ പറഞ്ഞ നവോത്ഥാന നായകനും പുലയ സമുദായത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കൊച്ചി മഹാരാജ്യത്ത് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ് നമ്മുടെ കൃഷ്ണാദി ആശാൻ. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ബാല്യകാലത്ത് തന്നെ ഇദ്ദേഹവും പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ സജീവ സാമൂഹിക പരിഷ്കരണ പ്രവർത്തന പരിപാടികളുടെ ഫലമായിട്ട് കൊച്ചി മഹാരാജാവ് 1931 കൂടാതെ 1939 ഇദ്ദേഹത്തെ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഇത് കൂടാതെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ പുലയ സമുദായാംഗങ്ങളെ അല്ലെങ്കിൽ താഴ്ന്ന സമുദായാംഗങ്ങളെ കേരളത്തിൽ വളരെ നിശിതമായി സവർണജാതിക്കാർ അകറ്റി നിർത്തിയിരുന്നു. അല്ലെങ്കിൽ അവർക്ക് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ തന്നെ അനുവാദമില്ലായിരുന്നു. എപ്പോഴും അഭിമാനക്ഷതമുണ്ടാക്കുന്ന രീതിയിലാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിച്ചു, ബുദ്ധമതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ബുദ്ധ ഭിക്ഷു എന്ന രീതിയിൽ എല്ലാവരും ആ വ്യക്തിയെ ആദരിക്കാം. താഴ്ന്ന ജാതിക്കാരനെന്ന രീതിയിൽ പുച്ഛമായി നോക്കിയിരുന്നവര്, പുച്ഛമായി കണക്കാക്കിയിരുന്നവര് ബുദ്ധഭിക്ഷുവായി മാറുമ്പോൾ ആദരവോടുകൂടി കാണും. അങ്ങനെ ആ ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് 1935 അദ്ദേഹം എന്ത് ചെയ്തു? ബുദ്ധമതം സ്വീകരിച്ചു. തുടർന്ന് താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ദേശീയ നേതാക്കളുടെ മാതൃക പിൻചെന്നുകൊണ്ട് ദേശീയ നേതാക്കൾ ആരംഭിച്ച അതേ പേരിൽ ഇദ്ദേഹം 2 പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു. ഒന്ന്, ഡോക്ടർ BR അംബേദ്കർ ദേശീയ തലത്തിൽ നടത്തിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് അധകൃതൻ, അല്ലെ? അധകൃതൻ എന്ന പേരിൽ ഈ നവോത്ഥാന നായകൻ ഒരു മാസിക ആരംഭിച്ചു 1936. അതുപോലെ തന്നെ മറ്റൊരു ദേശീയ നേതാവായ ഗാന്ധിജി അധസ്ഥർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ മഹാത്മാഗാന്ധി ആരംഭിച്ച പ്രസിദ്ധീകരണമായിരുന്നു ഹരിജൻ. അതേ പേരിൽ നമ്മുടെ ഈ നവോത്ഥാന നായകനും എന്ത് ചെയ്തു? ഹരിജൻ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു 1936. ഓക്കെ. തുടർന്ന് ദളിത് വിദ്യാർത്ഥികളുടെ ഉന്നമനം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. വിദ്യാഭ്യാസത്തിനാകട്ടെ അവർക്ക് സാഹചര്യവുമില്ല. ആ ഒരു കുറവ് പരിഹരിക്കുവാൻ ഇദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തു. കൂടാതെ ദളിത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു 1938. ഇത്രയും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്ത ഫാക്റ്റ് ആയിരിക്കാം. ഇനി നിങ്ങൾക്കറിയാവുന്ന അവസാനത്തെ ഒരു ഫാക്റ്റ് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. മറ്റൊന്നുമല്ല, 1913 പണ്ഡിറ്റ് KP കറുപ്പനോടൊപ്പവും കൃഷ്ണാദി ആശാനോടൊപ്പവും കൊച്ചി കായൽ സമരം അഥവാ കൊച്ചി കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത 3ാമത്തെ നേതാവാണ് 13 വയസ്സുകാരനായ ഈ വ്യക്തിത്വം, KP വള്ളോൻ. അതെ, 1913 നടന്ന കൊച്ചി കായൽ സമരത്തിന്റെയും അതേ തുടർന്ന് രൂപീകരിക്കപ്പെട്ട കൊച്ചിൻ പുലയ മഹാസഭയുടെയും സ്ഥാപക നേതാക്കൾ 3 പേരാണ് പണ്ഡിറ്റ് KP കറുപ്പൻ, കൃഷ്ണാദി ആശാൻ, കൂടാതെ 13 വയസ്സുകാരനായ KP വള്ളോനും. ഓക്കെ അല്ലെ? അപ്പൊ KP വള്ളോനാണ് ബുദ്ധമതം സ്വീകരിച്ച നവോത്ഥാന നായകൻ. നമുക്കിനി KP വള്ളോൻ എന്ന വ്യക്തിത്വത്തിൽ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒന്ന് റിവിഷൻ ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ KP വള്ളോൻ ജനിച്ചത് 1900 ജനുവരി 2-ാം തീയതി. 13ാമത്തെ വയസ്സിൽ 1913 പണ്ഡിറ്റ് KP കറുപ്പനും കൃഷ്ണാദി ആശാനോടൊപ്പവും എന്ത് ചെയ്തു? കൊച്ചി കായൽ സമ്മേളനത്തിൽ അഥവാ കായൽ സമരത്തിൽ പങ്കെടുക്കുകയും അതേ തുടർന്ന് രൂപീകരിക്കപ്പെട്ട
കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപക അംഗവുമായിരുന്നു. ഇദ്ദേഹം ജനിച്ചതും കൂടാതെ കൃഷ്ണാദിയാശൻ ജനിച്ചതും എവിടെയാണ്? എറണാകുളം ജില്ലയിലെ മുളവുകാടാണ്. ഓക്കെ. 1931 39 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുകയും ചെയ്തു. 1935 ബുദ്ധമതം സ്വീകരിച്ച കേരളത്തിലെ ആദ്യ അല്ലെങ്കിൽ ഒരേ ഒരു നവോത്ഥാന നായകൻ. 1936 ദേശീയ നേതാക്കളായ ഗാന്ധിജിയുടെയും ഡോക്ടർ BR അംബേദ്കറിന്റെയും പ്രസിദ്ധീകരണങ്ങൾക്ക് സമാനമായി അതേ പേരിൽ കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1936 1 ഹരിജൻ 2 അധകൃതൻ. ഓക്കെ. 1938 ഇദ്ദേഹം എറണാകുളത്ത് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി താമസിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു ഹോസ്റ്റല് ആരംഭിക്കുകയും ചെയ്തു. ബുദ്ധമതം സ്വീകരിച്ച ബുദ്ധഭിക്ഷുവായി മാറിയ ഇദ്ദേഹം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ തൃശൂർ ജില്ലയിലെ മാള ഗ്രാമത്തിൽ വസൂരി എന്ന മാരക വ്യാധി പിടിപെടുകയും പ്രചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ 1940 തൃശൂർ ജില്ലയിലെ മാള ഗ്രാമത്തിൽ വസൂരി ബാധിതരെ ചികിത്സിക്കുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹത്തിനും വസൂരി പിടിപെട്ടു. അങ്ങനെ വസൂരി ബാധിച്ച് 40ാമത്തെ വയസ്സിൽ ഇദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയും ഒരു ചോദ്യമുണ്ട്. വസൂരി ബാധിച്ച് മരിച്ച കേരളത്തിലെ ആദ്യ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ KP വള്ളോനാണ്. കേരളത്തിൽ അധകൃതൻ എന്ന മാസിക ആരംഭിച്ചത് ആര്? KP വള്ളോനാണ്. കേരളത്തിൽ ഹരിജൻ എന്ന മാസിക ആരംഭിച്ചത് KP വള്ളോനാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു ഫാക്ട് കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അത്ഭുതമായി തോന്നിയേക്കാം. ദളിത് നവോത്ഥാന നായകനായ KP വള്ളോന്റെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിയാണ് ദളിത് സമുദായത്തിൽ നിന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ആദ്യ വനിത. അതാണ് ദാക്ഷായണി വേലായുധൻ. KP വള്ളോന്റെ സഹോദരിയായ ദാക്ഷായണി വേലായുധനാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ ഒരേ ഒരു ദളിത് വനിതയും. ആ ദാക്ഷായണി വേലായുധൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ മുളവുകാട്. എന്നാൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മദ്രാസ് പ്രവിശ്യയിൽ നിന്ന്. ദാക്ഷായണി വേലായുധൻ എന്ന ദളിത് നവോത്ഥാന നായിക തുടക്കം കുറിച്ചൊരു സംഘടനയുണ്ട്. എന്താണെന്ന് അറിയാമോ? അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിലൂടെ. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇത്തരത്തില് തുടർന്നും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീണ്ടും നമുക്ക് ഇത്തരം ഫാക്ട്സ് ഫൈൻഡറുമായിട്ട് തുടർന്ന് പോകാം. അപ്പോൾ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ചോദിച്ച ചോദ്യത്തിന് കമന്റായി നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു.